നമസ്കാരം. പാമ്പിൻ വിഷം വായിലൊഴിച്ച് തുപ്പുകയാണ് മോദി. മോദിക്കത് കഴിക്കുന്നില്ലെങ്കിലും ജനങ്ങൾക്കത് വിഷമാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മുസ്ലിം അധിക്ഷേപങ്ങൾ ചുരിയുന്നതും പുള്ളിയുടെ ഇപ്പോഴത്തെ പ്രധാന ഹോബിയാണ്. തോക്കുമെന്നായപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കണ്ടേ? ഇന്ത്യ കൂട്ടായ്മ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് മോദിജിയുടെ ഇപ്പോഴത്തെ വാദം. പിന്നെ കോൺഗ്രസും ഇടതുമുന്നണിയുമൊക്കെ അധികാരത്തിൽ വന്ന ജനങ്ങളുടെ സമ്പത്തൊക്കെ അളന്ന് തൂക്കി നോക്കി കൊള്ളയടിക്കുമെന്നൊക്കെയാണ് ജി പറയുന്നത്. അമ്മമാരുടെയും സഹോദരികളുടെയും സ്വർണം എത്രയാണെന്ന് അവർ അളന്നു നോക്കുമെന്നും പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, അവർ ചെയ്ത് തളർന്ന കാര്യം ഇനിയും എത്രത്തോളം വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാമെന്നുള്ളത് സ്വയം ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യ ഘട്ടത്തിലാണ് BJP ഇപ്പോഴുള്ളത്. പുതിയ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്നതിനോടനുബന്ധിച്ച് മോദിജി ഇന്ത്യക്ക് വലിയൊരു മുന്നറിയിപ്പ് ഓടി നടന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂ പ്രിൻ്റ് വചനങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് ഗ്രാമത്തിലൊരു കുടുംബ വീടും നഗരത്തിൽ ചെറിയൊരു ഫ്ലാറ്റും ഉണ്ടെങ്കിൽ രണ്ടിലൊന്ന് അവർ എടുക്കും. ഈ അവർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി നടപ്പാക്കുക വഴി രാജ്യം നശിക്കുമെന്നാണ് മോദി വചനം. അതായത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്ന് പറഞ്ഞാൽ പുള്ളി ആ പറഞ്ഞ കാര്യം മാത്രമാണ്. അതേ അദ്ദേഹത്തിന് അറിയൂ. അടുത്തത് പുള്ളിയുടെ പ്രധാനപ്പെട്ട ഹോബിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ മുസ്ലിങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സമാനമായ പരാമർശം മോദിജി പറഞ്ഞത്. പ്രതിപക്ഷ കൂട്ടായ്മ അധികാരത്തിൽ വന്നാൽ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുമെന്നായിരുന്നു മോദിയുടെ വിവാദ പരാമർശം. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി രംഗത്ത് വരികയും വിവാദമാവുകയും ചെയ്തതോടെ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് റാലികളിൽ ന്യൂനപക്ഷങ്ങളെ മോദിജി പരാമർശിച്ചിട്ടേയില്ല. ഹോബി തൽക്കാലത്തേക്ക് നൈസായിട്ടങ്ങ് നിർത്തി. ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അധിക്ഷേപങ്ങൾ പറയുന്നത് മോദി ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമൊന്നുമല്ല. 2002 ഗുജറാത്തിൽ സംഘപരിവാർ നടത്തിയ മുസ്ലിം വംശഹത്യയ്ക്ക് പിന്നാലെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോദി നടത്തിയ ഗൗരവ് യാത്ര മുസ്ലിങ്ങളെ ആക്ഷേപിക്കാനുള്ള വേദിയാക്കിയാണ് മാറ്റിയിരുന്നത്. അന്ന് മോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ജിയുടെ അണികൾ മറന്നുപോയാലും ജനം ഒരിക്കലും അത് മറക്കില്ല. പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്: നാം എന്ത് ചെയ്യണം? അവർക്കായി ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തണം. ഈ അവരെന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണെന്നുള്ളത് ഓർക്കണം. പിന്നെ പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ തുറക്കണം. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഹം 5 ഹമാരെ 25, അതായത് നാം 5 നമുക്ക് 25. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ കൂടുകയാണെന്ന അധിക്ഷേപമാണ് മോദിജി ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിനിപ്പോൾ എന്തിനും എല്ലാത്തിനും പേടിയാണ്. മുസ്ലിങ്ങളെ മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാരായി മോദിജി പരാമർശിക്കുമ്പോഴും പൗരത്വ ഭേദഗതിയെക്കുറിച്ച് പോലും എന്തിന് സംസാരിക്കണമെന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെതും മുസ്ലിം ലീഗിൻ്റെയും നിലപാട്. BJP നടത്തുന്ന വെല്ലുവിളി തിരിച്ചറിയാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല. കേരളത്തിൽ മുസ്ലിങ്ങളടക്കം ന്യൂനപക്ഷ ജനത സുരക്ഷിതരാണ്. ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ സാന്നിധ്യമാണ് കേരളത്തിലെ ജീവിത സുരക്ഷയ്ക്കുള്ള ഗ്യാരണ്ടി. സംഘപരിവാറിൻ്റെ ഭീഷണികളും അക്രമങ്ങളും ഇവിടെ ഭയക്കേണ്ടതില്ല. ന്യൂനപക്ഷങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമെതിരെ BJPയും സംഘപരിവാറും ഉയർത്തുന്ന ഭീഷണിയുടെ ഭീകരത ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പൗരത്വ ഭേദഗതി നിയമം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നതിലൂടെ ഇടതുപക്ഷം ചെയ്യുന്നത്. പതിവ് പോലെ കോൺഗ്രസിന് മൃദുഹിന്ദുത്വ സമീപനത്തോടെ മിണ്ടാട്ടം മുട്ടിത്തന്നെയാണ്. ഉത്തരേന്ത്യയിൽ BJP ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമമുണ്ടായ ഒരിടത്തും ഒരു ആശ്വാസവാക്ക് പോലും പറഞ്ഞ് കോൺഗ്രസിനെ കണ്ടിട്ടില്ല. ഒരു കാര്യം കോൺഗ്രസിനോട് ചോദിക്കട്ടെ, ഇങ്ങനെ പേടിക്കല്ലേ കോൺഗ്രസേ?